എല്ലാവർക്കും അമ്മൂസ് ട്രാവലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രത്യേക വിശേഷവുമായിട്ടാണ് നിങ്ങൾക്ക് മുമ്പിലെത്തുന്നത്. നമ്മുടെ പെൺകുട്ടികൾക്കെല്ലാം മാതൃകയാക്കാവുന്ന ഒരു വ്യക്തിത്വത്തിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. കഠിന പരിശ്രമം കൊണ്ട് തൻ്റെ സ്വപ്നം കയ്യെത്തിപ്പിടിച്ചൊരു പെൺകുട്ടി. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡൽഹിയിലെ വ്യോമസേനയുടെ മ്യൂസിയം സന്ദർശിക്കുകയായിരുന്നു സ്കൂൾ വിദ്യാർത്ഥിനിയായ ഒരു കൊച്ചു പെൺകുട്ടി. വിമാനങ്ങൾ കണ്ട് അമ്പരന്നു നിന്ന ആ പെൺകുട്ടിയുടെ മനസ്സിൽ അന്നേ കുടിയേറിയതാണ് പൈലറ്റാകണമെന്ന മോഹം. ആ പെൺകുട്ടി വളർന്നു, കൂടെ അവളുടെ മോഹങ്ങളും. വളരെയധികം ആധുനികവൽക്കരിക്കപ്പെട്ട ഭാരത സൈന്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ മുദ്രയായി, സ്ത്രീശക്തിയുടെ പ്രതീകമായി അവൾ വളർന്നു. രാജ്യത്തെ ഏക വനിതാ റാഫേൽ യുദ്ധവിമാന പൈലറ്റാണ് ഇന്ന് ലഫ്റ്റനൻറ്റ് ശിവാംഗി സിംഗ്. അക്കാദമിക് തലത്തിലും കായിക രംഗത്തും ഒരേപോലെ മികവ് പുലർത്തിക്കൊണ്ട് ഒരു കാലത്ത് പുരുഷന്മാർ ആധിപത്യം പുലർത്തിയിരുന്ന മേഖലയിൽ ശിവാംഗി തൻ്റെ സ്ഥാനം ഉറപ്പാക്കി. സൈനിക നയങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് 2015 ഇന്ത്യൻ വ്യോമസേനയിൽ ആദ്യമായി സ്ത്രീകളെ യുദ്ധവിമാന പൈലറ്റുമാരായി നിയമിക്കുമ്പോൾ ശിവാനി 10ാം ക്ലാസ്സിൽ പഠിക്കുകയായിരിക്കണം. കായിക രംഗത്തും അക്കാദമിക് രംഗത്തും മികവ് പുലർത്തിക്കൊണ്ട് ഒരു കാലത്ത് പുരുഷന്മാർ ആധിപത്യം പുലർത്തിയിരുന്ന മേഖലയിൽ ശിവാംഗി തൻ്റെ സ്ഥാനം ഉറപ്പാക്കിക്കൊണ്ട് ഏതൊരു സ്വപ്നവും സ്ത്രീകൾക്കും അപ്രാപ്യമല്ല എന്ന് തെളിയിച്ചു. നമ്മുടെ പ്രതിരോധ നവീകരണത്തിൻ്റെ സുപ്രധാന ഭാഗമായി മാറിയ അത്യാധുനിക യുദ്ധവിമാനമായ ഫ്രഞ്ച് നിർമ്മിത സിംഗിൾ സീറ്റ് റഫാൽ ജെറ്റുകൾ പറത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ശിവാംഗിയാണ്. വെല്ലുവിളി നിറഞ്ഞ സെലക്ഷൻ പ്രക്രിയയ്ക്കും ഫ്രഞ്ച് ഇൻസ്ട്രക്ടർമാരുടെ കീഴിൽ സിമുലേറ്റർ പരിശീലനത്തിനു ശേഷം 2020 റഫാലുമായുള്ള ശിവാംഗിയുടെ യാത്ര ആരംഭിച്ചു. ഏറെ ആശിച്ച് തിരഞ്ഞെടുത്ത മേഖലയാണെങ്കിലും കോക്പിറ്റിൽ ആദ്യമായിരുന്ന സമയത്ത് ഭീതിയും ഉത്കണ്ഠയുമൊക്കെ ശിവാനിയുടെ മനസ്സിലും നിറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഒറ്റയ്ക്കുള്ള ഈ വിമാനം പറക്കൽ അവിശ്വസനീയമാംവിധം ആവേശകരമായ അനുഭവമായാണ് ശിവാംഗി വിവരിക്കുന്നത്. ഒപ്പം ജോലി ചെയ്യുന്ന ഒരു യുദ്ധവിമാന പൈലറ്റിനെയാണ് ശിവാംഗി ജീവിതയാത്രയിലും കൂടെ കൂട്ടിയിരിക്കുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ മാറിയ മുഖത്തിൽ പ്രതീകമാകാൻ സാധിച്ചതിലുള്ള അഭിമാനം ശിവാംഗിയുടെ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. 2023 കണക്കുകൾ അനുസരിച്ച് വ്യോമസേനയിൽ പൈലറ്റുമാർ ഉൾപ്പെടെ 16,000-ലധികം വനിതാ ഓഫീസർമാരുണ്ട്. സൈനിക മേഖലയിലേക്ക്, പ്രത്യേകിച്ചൊരു യുദ്ധവിമാന പൈലറ്റായി ജോലി തിരഞ്ഞെടുക്കുമ്പോൾ സാധാരണഗതിയിൽ കുടുംബത്തിൻ്റെ ആശങ്കകൾക്ക് അവസാനമുണ്ടാകില്ല. എന്നാൽ വിദ്യാഭ്യാസം നേടാനും സ്വതന്ത്രമായി ചിന്തിച്ച് തീരുമാനമെടുക്കാനും പ്രോത്സാഹിപ്പിച്ച് കൂടെ നിന്ന അമ്മയാണ് ആ നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് ശിവാംഗി പറയുന്നു. ഇതുപോലെ നല്ല നല്ല സ്വപ്നങ്ങൾ കാണാൻ കേരളത്തിലെ അമ്മമാരും മക്കളെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ്റെ ഭീകര ക്യാമ്പുകൾ വിജയകരമായി തകർത്ത സർജിക്കൽ സ്ട്രൈക്കിൽ ഉപയോഗിച്ചത് റഫാൽ വിമാനങ്ങളാണെന്നാണ് സൂചന. അത്യാധുനിക യുദ്ധോപകരണങ്ങൾ വഹിക്കുന്ന ഈ വിമാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്തായി മാറിയിരിക്കുകയാണ്. അയൽ രാജ്യങ്ങളായ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ഭീഷണിയെ നേരിടാൻ തന്നെയാണ് ഈ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയത്. മീഡിയം മൾട്ടി റോൾ വാർ പ്ലെയിൻ വിഭാഗത്തിലാണ് റഫാൽ വരുന്നത്. ഫ്രാൻസിലെ ഡസോൾട്ട് കമ്പനിയാണ് റഫാൽ വികസിപ്പിക്കുന്നത്. 80കളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമായി മാറിയ മിറാഷ് 2000 എന്ന യുദ്ധവിമാനം വികസിപ്പിച്ചതും ഡസോൾട്ടാണ്. ഇന്ത്യയുടെ ആണവ പോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകൾ മിറാഷാണ് വഹിക്കുന്നത്. 1999 കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യയുടെ ആക്രമണങ്ങളുടെ കുന്തമണിയായിരുന്നു മിറാഷ്. അമേരിക്കയുടെ F-16, F-18, റഷ്യയുടെ MiG-35, സ്വീഡൻ്റെ ഗ്രിപ്പൻ, യൂറോപ്യൻ രാജ്യങ്ങളുടെ സംയുക്ത സംരംഭമായ യൂറോഫൈറ്റർ എന്നിവയുമായുള്ള കടുത്ത മത്സരത്തെ അതിജീവിച്ചാണ് റഫാൽ വാങ്ങാൻ ഭാരത സർക്കാർ തീരുമാനമെടുത്തത്. 80കളിൽ വികസനം ആരംഭിച്ച റഫാൽ 2001 ഫ്രഞ്ച് വ്യോമസേനയുടെ ഭാഗമായി മാറുന്നത്. നിലവിൽ ഫ്രഞ്ച് വ്യോമനാവികസേനകൾ, ഈജിപ്ത് വായുസേന, ഖത്തർ വായുസേന എന്നിവയാണ് റഫാൽ ഉപയോഗിക്കുന്നത്. 2024 ഡിസംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം 299 വിമാനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. 2 പൈലറ്റുമാരുള്ളതും 1 പൈലറ്റുമുള്ള വിമാനങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ കൈവശമുള്ളത്. 15.30 മീറ്റർ നീളമുള്ള റഫാലിൻ്റെ വേഗം മണിക്കൂറിൽ 1912 കിലോമീറ്ററാണ്. ഒറ്റ പറക്കലിൽ 3700 കിലോമീറ്റർ പരിധിവരെ പറക്കാൻ കഴിയുന്ന വിമാനത്തിൽ 3 ഡ്രോപ്പ് ടാങ്കുകളുണ്ട്. ത്രിതല ശേഷിയുള്ള, അതായത് എയർ ടു എയർ, എയർ ടു ഗ്രൗണ്ട്, എയർ ടു സർഫസ് വിമാനമാണ് റഫാൽ. മിക്ക ആധുനിക ആയുധങ്ങളും റഫാൽ ഘടിപ്പിക്കാനാകും. അസ്ത്ര, സുദർശൻ ബോംബുകൾ,
AESA റഡാർ, പൈത്തൺ 5, ഇസ്രായേലിൻ്റെ ഡെർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇന്ത്യയുടെ റഫാൽ ജെറ്റിന്. രാത്രിയും പകലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷി റഫാലിനുണ്ട്. ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് റഫാലായിരുന്നു. 28 സിംഗിൾ സീറ്ററും 8 ട്വിൻ സീറ്ററുമായി 36 റഫാൽ വിമാനങ്ങൾ ഇന്ത്യൻ എയർഫോഴ്സിനുണ്ട്. 26 റഫാൽ വിമാനങ്ങൾ നാവികസേനയ്ക്ക് കൈമാറുന്നതിനുള്ള കരാർ കഴിഞ്ഞ വർഷം ഒപ്പുവെച്ചു. ഇന്ത്യയുടെയും ഇസ്രായേലിൻ്റെയും പ്രതിരോധ സാങ്കേതിക സംവിധാനങ്ങളും ആയുധങ്ങളും ഘടിപ്പിക്കുന്നതോടെ ലോകത്തെ ഏറ്റവും മികച്ച റഫാൽ പോർ വിമാനം ഇന്ത്യയുടേതാകും. ഫ്രഞ്ച് സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയാണ് റഫാലിൻ്റെ ഇന്ത്യൻ പതിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. അസ്ത്ര, സുദർശൻ ബോംബുകൾ, AESA റഡാർ, പൈത്തൺ 5, ഇസ്രായേലിൻ്റെ ഡെർബി മിസൈൽ എന്നിവ ഘടിപ്പിക്കാനുള്ള സംവിധാനങ്ങളോടെയാണ് ഇന്ത്യയുടെ റഫാൽ എത്തുന്നത്. 4.5 തലമുറയ്ക്കുള്ള ഫൈറ്ററായി തരംതിരിച്ചിരിക്കുന്ന റഫേൽ എയർഫോഴ്സിലെ ആയുധശേഖരത്തിലെ ഏറ്റവും ആധുനിക വിമാനമാണ്. മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് മിസൈൽ, ഏറ്റവും പുതിയ ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ, മികച്ച റഡാർ, ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടെ 13 ഇന്ത്യ നിർദ്ദിഷ്ട സാങ്കേതിക വിദ്യകളുണ്ട്. അത്യാധുനിക റഡാറുകളിൽ നിന്ന് അദൃശ്യനായി പറക്കാൻ റഫാലിനാകും. ഓപ്പറേഷൻ സിന്ദൂരിൽ ഉപയോഗിച്ച സ്കാൽപ് ക്രൂയിസ് മിസൈലും ഹാമർ ബോംബും പോലുള്ള നിർണായക ആയുധങ്ങൾ വഹിക്കാനുള്ള അതിൻ്റെ കഴിവ് അത്യന്തം കൃത്യതയോടെ ദീർഘദൂരാക്രമണങ്ങൾ നടത്താൻ അനുവദിക്കുന്നു. 9.3 ടൺ ആയുധങ്ങൾ ഈ വിമാനത്തിന് വഹിക്കാൻ കഴിയും. മീറ്റിയോർ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ, ആകാശത്തെ ലക്ഷ്യം തകർക്കാനുള്ള മിസൈൽ. ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലിൻ്റെ ദൂരപരിധി 120 മുതൽ 150 കിലോമീറ്റർ വരെയാണ്. സ്കാൽപ് എയർ ടു ഗ്രൗണ്ട് ക്രൂസ് മിസൈൽ, ആകാശത്ത് നിന്നും കരയിലെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്ന മിസൈലാണിത്. ദൂരപരിധി 300 കിലോമീറ്റർ. ഒരു വിമാനത്തിന് 2 സ്കാൽപ് മിസൈലുകൾ വഹിക്കാം. ഇറാഖിൽ ഭീകര സംഘടനയായ IS ക്യാമ്പുകളിൽ മുമ്പ് റഫാലിലെ സ്കാൽപ് മിസൈലുകൾ ഉപയോഗിച്ച് ഫ്രാൻസ് ആക്രമണം നടത്തിയിട്ടുണ്ട്. മീറ്റിയോർ, സ്കാൽപ് വിഭാഗത്തിലുള്ള മിസൈലുകൾ നിലവിൽ പാകിസ്ഥാൻ്റെ പക്കലില്ല. യുദ്ധത്തേക്കാൾ സമാധാനം കാക്ഷിക്കുന്നവരാണ് നമ്മൾ ഭാരതീയരെങ്കിലും ഇതുപോലെ അടിച്ചാൽ തിരിച്ചടിക്കാതിരിക്കാനാവില്ലല്ലോ. നമ്മുടെ സൈന്യത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് എത്രയും വേഗം ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സമാധാനവും സന്തോഷവും നിറയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് അടുത്ത് കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ സസ്നേഹം, നിങ്ങളുടെ അമ്മു.